السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. വളരെ ആദരണീയനായ പ്രൗഢമായ അധ്യക്ഷ വേദിയിലിരിക്കുന്ന ഇബ്രാഹിം ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, ഏറെ ബഹുമാന്യരായ സയ്യിദ് മിർബാത്ത് ഉൾപ്പെടെയുള്ള സാദാത്യങ്ങൾ, താമരശ്ശേരി മേഖല SKSSF-ന്റെയും മഹത്തായ സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെയും നേതൃനിരയിലുള്ള സാരഥികൾ, വിവിധ യൂണിറ്റുകളിൽ നിന്ന് ഈ മഹത്തായ സദായത്തിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. ഇതിനിൽ പ്രവർത്തിച്ച ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് അല്ലാഹു രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം ഈ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ മുഖ്യധാരയോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളക്കരയിൽ വ്യത്യസ്തങ്ങളായ കൊടിയടയാളങ്ങളിൽ, വൈവിധ്യങ്ങളാർന്ന പ്രമേയങ്ങളിൽ കാക്കത്തൊള്ളായിരം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ കൂട്ടത്തിൽ കേവലം സംഘടിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു കൂട്ടായ്മയോ പ്രസ്ഥാനമോ അല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒട്ടുമിക്ക സംഘടനകളും ഏതെങ്കിലും ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കൃത്യമായ ലക്ഷ്യങ്ങളില്ലാതെ സംഘടിക്കുകയും ഉദ്ദേശ ലക്ഷ്യങ്ങളും സ്ഥാപിത ലക്ഷ്യങ്ങളും പിന്നീട് ആലോചിക്കുകയോ നിർണയിക്കുകയോ രൂപപ്പെടുത്തിയെടുക്കുകയോ ഒക്കെയാണ് പതിവ് എങ്കിൽ, ആദ്യം കൃത്യമായ ലക്ഷ്യം, ആ ലക്ഷ്യം പ്രാപിക്കാനുള്ള അതിയായ താല്പര്യം, ആ ലക്ഷ്യം നിലനിർത്താനുള്ള കൃത്യമായ അവബോധം, അതിന്റെ എല്ലാം പശ്ചാത്തലത്തിലും പിൻബലത്തിലുമാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ 26 രൂപീകൃതമാകുന്നത്. വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ തീയതികളിൽ സപ്തഭാഷയുടെ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിൽ ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്ര ക്യാൻവാസുകളിൽ സ്വർണ്ണ നൂലുകളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാനിരിക്കുന്ന ഐതിഹാസികമായ മഹാസമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ പ്രമേയവും അതിന്റെ തീയതികളും അഭിവന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം പ്രഖ്യാപിച്ചതു മുതൽ മഹത്തായ സുദിനത്തിലേക്ക്, ആ ചരിത്ര നിമിഷത്തിൽ ഒരു ബിന്ദുവായി അണിചേരാൻ, അലിഞ്ഞുചേരാൻ ഉത്കടമായ ആഗ്രഹത്തോടുകൂടെ കേരളത്തിന്റെ അകത്തും പുറത്തുമായി മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ ആവേശത്തിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് താമരശ്ശേരി മേഖല SKSSF 100ാം വാർഷികത്തിന്റെ പ്രചരണാർത്ഥം ഈ സംഗമം ഇങ്ങനെ വിളിച്ചു ചേർക്കുന്നതും. SKSSF ഏതാനും മാസങ്ങളായി വളരെ ചടുലമായ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളിവിടെ സംഗമിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ,
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായ ഇസ്ലാമിന്റെ മേൽവിലാസത്തിൽ തന്നെ രൂപം പ്രാപിച്ച ഒട്ടനേകം പ്രത്യയശാസ്ത്രങ്ങളും സംഘടനകളും നമ്മുടെ സാമൂഹിക പരിസരങ്ങളിൽ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കാറുണ്ട്. ആ സംഘടനകൾ, ആ പ്രത്യയശാസ്ത്രങ്ങൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചേർക്കപ്പെടുന്നതും ആ വ്യക്തിയുടെ ആലോചന പരിസരങ്ങളിൽ രൂപപ്പെട്ട ആദർശങ്ങളുടെ നിലനിൽപ്പിനോ പ്രചരണത്തിനോ വേണ്ടി രൂപീകൃതമായതുമാണ്. വഹാബിസം എന്ന പ്രസ്ഥാനം 18ാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ രൂപം പ്രാപിക്കുമ്പോൾ അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഒരു മനുഷ്യന്റെ ആലോചനാ മണ്ഡലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളുടെ പ്രചരണത്തിനു വേണ്ടി സംഘടിത രൂപം പ്രാപിച്ച ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന 1940കളിൽ ലാഹോറിൽ രൂപീകരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി അബുല്ലൈല മൗദൂദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആലോചനകളും ചിന്തകളും അതിന്റെ ബഹിർസ്ഫുരണമായി അദ്ദേഹത്തിൻ്റെതായ ആശയങ്ങളും പ്രചരിപ്പിക്കാനോ സമൂഹത്തെ സ്വാധീനിക്കാനോ വേണ്ടിയിട്ട് രൂപീകൃതമായ സംഘടനയാണ്. അതേപോലെയുള്ള മറ്റ് അവാന്തര പ്രസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ആദർശങ്ങൾ ഒരു വ്യക്തിയിലേക്കോ രണ്ടു വ്യക്തിയിലേക്കോ ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകളിലേക്കോ മാത്രം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഏതെങ്കിലും ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തിലേക്ക്, ഒരു പ്രത്യേക ഐഡിയോളജിയിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാൻ വേണ്ടി രൂപീകൃതമായ പ്രസ്ഥാനമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പ്രഗത്ഭനായ പണ്ഡിതന്റെ ചിന്താമണ്ഡലങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഏതെങ്കിലും പുതിയ ആശയാദർശങ്ങളിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാനോ അതിന്റെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്താനോ വേണ്ടിയിട്ട് രൂപീകൃതമായ പ്രസ്ഥാനമല്ല. മറിച്ച് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തുടർച്ചയുടെ സംഘടിത രൂപം മാത്രമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ആരംഭം കുറിക്കപ്പെട്ട, ഒരു പക്ഷേ അതിന്റെയും മുമ്പ് ആദി മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ആരംഭം കുറിക്കപ്പെട്ട വിശുദ്ധമായ ഇസ്ലാമിന്റെ അതിമനോഹരമായ തത്വസംഹിതകൾ, സാർവകാലികവും സാർവജനീനവുമായ വിശുദ്ധമായ ഇസ്ലാമിന്റെ ദർശനങ്ങൾ, ആ ദർശനങ്ങളുടെ തുടർച്ചക്ക് കോട്ടം വരാതിരിക്കാനും കളങ്കമേൽക്കാതിരിക്കാനും കലർപ്പില്ലാതിരിക്കാനും വേണ്ടി കാലത്തിന്റെ ഒരു പ്രത്യേകമായ ദശാസന്ധിയിലാണ് 1920കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം രൂപീകൃതമാകാനുള്ള കാരണം. വിശുദ്ധമായ ഇസ്ലാം എല്ലാ കാലങ്ങളിലും രണ്ടു രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള അവാന്തര വിഭാഗങ്ങളുടേതാണ്. വിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സർവായുധ സജ്ജരായി പല രീതിയിലുള്ള അജണ്ടകളുമായി വിശുദ്ധമായ ഇസ്ലാമിനെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്ന പ്രത്യയശാസ്ത്രങ്ങളോ അത്തരത്തിലുള്ള ചിന്താധാരകളോ. മറ്റൊന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ അകത്തളങ്ങളിൽ തന്നെ രൂപപ്പെട്ടു വന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തന്നെ ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമിന്റെ മേൽവിലാസങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്ത പ്രത്യയശാസ്ത്രങ്ങളാണ്. സ്വാഭാവികമായും ഇസ്ലാമിക വിമർശനം ഉന്നയിക്കുന്ന ചില ആളുകൾ എങ്ങനെയാണ് വിശുദ്ധമായ ഇസ്ലാം സത്യമതമായി തീരുന്നത്? ഇസ്ലാമിന്റെ അകത്തളങ്ങളിൽ തന്നെ എത്ര അവാന്തര വിഭാഗങ്ങളാണ്, എത്ര ചേരികളാണ്, എത്ര പ്രത്യയശാസ്ത്രങ്ങളാണ്, എത്ര സംഘടനകളാണ്. നിങ്ങൾ തമ്മിൽ തന്നെ പലപ്പോഴും ആദർശപരമായ തർക്കങ്ങളും സംവാദങ്ങളും നടക്കുമ്പോൾ എങ്ങനെയാണ് വിശുദ്ധമായ ഇസ്ലാം സത്യമതമായി തീരുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ചില ഭാഗങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഇസ്ലാം സത്യമതമാണ് എന്നതിന്റെ നിദർശനവും തെളിവും കൂടിയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഈ വ്യത്യസ്തങ്ങളായ പ്രത്യയശാസ്ത്രങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തും പ്രവാചകത്വവും സത്യസന്ധമായിരുന്നു എന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പിന്റെ പുലർച്ചയും തുടർച്ചയുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കൊടിയടയാളങ്ങളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രങ്ങൾ എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. എന്റെ കാലശേഷം വ്യത്യസ്തങ്ങളായ ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ നേരായ വഴി എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭം ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. മദീനത്തെ മണൽപ്പരപ്പിൽ അവിടുത്തെ ചൂണ്ടുവിരൽ കൊണ്ട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രേഖ വരച്ചിട്ട് പറഞ്ഞു, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ നേരായ വഴി. അതിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും തലങ്ങും വിലങ്ങും മറ്റു ഉപശാഖകൾ വരച്ചു കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലാ തത്തബിഉ സുബുല, ഈ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സ്വാഭാവികമായും ഈ നേർമാർഗത്തിൽ നിന്ന് നിങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇതര മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന വ്യത്യസ്തങ്ങളായ സംഘടിത രൂപങ്ങളും ആ രീതിയിലുള്ള ചിന്താധാരകളും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വലാ തത്തബിഉ സുബുല, നിങ്ങൾ ആ പിഴച്ച മാർഗങ്ങളെ പിന്തുടരരുത്, നിങ്ങൾ ആ വഴിയിലേക്ക് പോകരുത്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ അനുചരന്മാരായ സഹാബത്തും വിശുദ്ധമായ ദീനിന് നൽകിയ മാനം ഏതാണോ, ആ പരിശുദ്ധമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്ന രീതിശാസ്ത്രം എന്താണോ, ആ വഴിയിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. യകൂനു في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لن تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലമേറെ കഴിയുന്ന വേളകളിൽ പുത്തൻ വാദങ്ങളുമായി പുതിയ ചിന്താധാരകളുമായി വിശുദ്ധമായ ഇസ്ലാമിന്റെ മേൽവിലാസത്തിൽ പല രീതിയിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഫഇയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യുഫത്തിനൂനകും, അവരെ നിങ്ങൾ കരുതിയിരിക്കണം, നിങ്ങൾ അവരുടെ വിഷയത്തിൽ ജാഗ്രതയായിരിക്കണം എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുസ്ലിം സമാജം എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയും പകർന്നു തരുന്നുണ്ട്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ അനുചരന്മാരും വിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളായി നിങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന ജീവിത രീതി ഏതാണോ, ആ പരിസരങ്ങളിൽ പതറാത്ത പാദത്തോടുകൂടെ ചിതറാത്ത ചിത്തത്തോടുകൂടെ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ആ ആശയധാരയുടെ പേരാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അൽ ജമാഅത്തു ഹിയ ജമാഅത്തു അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായി വൃന്ദങ്ങൾ, അവിടത്തെ കൂടെ നടന്നുകൊണ്ട് രാവും പകലും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴല് പോലെ ജീവിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ അർത്ഥതലങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയ മഹാരഥന്മാരായ സഹാബ, ആ വഴിയാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആനുകാലിക സമകാലിക സാഹചര്യങ്ങളിൽ ഉണ്ടായ തുടർച്ചയുടെ സംഘടിത രൂപത്തിന്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ഒരു സുപ്രഭാതത്തിൽ സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും പുതിയ ആശയതലങ്ങളെയോ ചിന്താധാരയെയോ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനോ പ്രചരിപ്പിക്കാനോ ആളെ കൂട്ടാനോ വേണ്ടിയിട്ട് രൂപീകൃതമായ പ്രസ്ഥാനമല്ല മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സഹാബത്തും താബിഈങ്ങളും ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കടന്നുപോയ മഹാരഥന്മാരായ സഹാബത്ത്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അറബിക്കടലിലെ കാറ്റിലും കോളിലും കിട്ടുപോകാതെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ദീപശിഖയെ ഹൃദയത്തോട് ചേർത്തിപ്പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ച പൈതൃകത്തിന്റെ ഭൂമിക കൂടെയാണ് ഈ മലബാറിന്റെ മണ്ണ് എന്നുള്ളത്. ആ വിശ്വാസത്തിന്റെ തുടർച്ചയെ, ആ പൈതൃകത്തിന്റെ മഹിമയെ ഒരാളെയും കളങ്കമേൽപ്പിക്കാതെ, ഒരാളെയും കലർപ്പുള്ളതാക്കി തീർക്കാൻ അനുവദിക്കാതെ
അതിന്റെ കൃത്യമായ വിശുദ്ധിയോടുകൂടെ അതിന്റെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോടടുത്ത കാലമായി മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിൽ നിർവഹിച്ചു വന്നിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ, ആദർശം കളങ്കപ്പെടുത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്ന സാഹചര്യത്തിൽ 1498 മുതൽ 1947 വരെയുള്ള നീണ്ട 4.5 നൂറ്റാണ്ട് കാലത്തോളം വൈദേശികാധിപത്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ നാടിന് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പുലരിയിലേക്ക്, പുതിയ പ്രഭാതങ്ങളിലേക്ക് നയിക്കാൻ ജീവൻ കൊടുത്ത, രക്തം കൊടുത്ത, ആത്മസമർപ്പണം നടത്തിയ ഒരു സമുദായം. ആ സമുദായം സ്വാഭാവികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഈ നീണ്ട നൂറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിന്റെ പരിണിത ഫലമെന്നോണം ക്ഷയിച്ചു പോയപ്പോൾ, സാമ്പത്തികമായും വൈജ്ഞാനികമായും ക്ഷയിച്ചു പോയ സാഹചര്യങ്ങളിൽ അവരുടെ ഇടയിലേക്ക് കൃത്യമായ അജണ്ടകളുടെ ഭാഗമായി വഹാബിസത്തെ ഒളിച്ചു കടത്താനുള്ള ചിലരുടെ ശ്രമങ്ങൾ മറനീക്കി പുറത്തു വന്ന സാഹചര്യത്തിലാണ് അഭിവന്യരായ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ തുടങ്ങിയ മഹത്തുക്കളുടെ നേതൃത്വത്തിൽ അവരുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായി 1926 ജൂൺ 26 കോഴിക്കോടിന്റെ ഹൃദയനഗരിയിൽ ടൗൺ ഹാളിൽ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന ജാതി മതഭേദമന്യേ പരശ്വതം മനുഷ്യരുടെ ആശാ കേന്ദ്രമായിരുന്ന വിലായത്തിന്റെ ഔന്നിത്യങ്ങൾ പ്രാപിച്ച മഹാനായ വരക്കൽ അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങളുടെ അനുഗ്രഹീതമായ ദൈർഘ്യമേറിയ പ്രാർത്ഥനയുടെ ഫലമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെടുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ദൈർഘ്യമേറിയ പ്രാർത്ഥനയോടുകൂടെ മഹത്തായി പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയ മഹാനായ വരക്കൽ ബാഅലവി മുല്ലക്കോയ തങ്ങളുടെ ആണ്ടിന്റെ ദിവസം കൂടിയാണ് ശഅബാൻ 17 എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാനുഭാവന്റെ, ആ മഹൽ വ്യക്തിത്വത്തിന്റെ, ആ വിശുദ്ധാത്മാവിന്റെ പരലോക ദർജയെ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നേതൃത്വത്തെ ഒരു നൂറ്റാണ്ടടുക്കുന്ന ഈ കാലയളവിലും 99 വർഷമായി വരക്കൽ ബാഅലവി മുല്ലക്കോയ തങ്ങൾ കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വെച്ച് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ദീർഘമായ പ്രാർത്ഥന നൽകി തുടക്കം കുറിച്ചിട്ട് ഈ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ കാലഘട്ടത്തിലും ഇന്ന് വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർക്കോ അതിന്റെ പിൽക്കാല നേതൃത്വങ്ങൾക്കോ അതിന്റെ സ്ഥാപക നേതാവിനെയോ ആ സ്ഥാപക നേതാവിന്റെ ആദർശങ്ങളെയോ തള്ളിപ്പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് അഭിമാനപൂർവ്വം ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തി കേന്ദ്രീകൃതമായ ചില പ്രസ്ഥാനങ്ങൾ ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമി 1941 ഓഗസ്റ്റ് 26 ലാഹോറിലെ തർജുമാനുൽ ഖുർആൻ ഓഫീസിൽ വെച്ചുകൊണ്ട് 75ഓളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അബുൽ അല മൗദൂദിയുടെ നേതൃത്വത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പിതാവ്, അതിന്റെ ഉപജ്ഞാതാവ്, അതിന്റെ ആദർശത്വത്തിന് ഈ സമൂഹം അല്ലെങ്കിൽ ആ വിഭാഗം കടപ്പെട്ടിരിക്കുന്നത് അബുൽ അല മൗദൂദിയോടാണ്. മൗദൂദിയുടെ സൈദ്ധാന്തികമായ അടിത്തറയിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത് എങ്കിൽ ആ സ്ഥാപിത നേതാവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് ചാനലുകളുടെ മുന്നിൽ വന്ന് തുറന്നു പറയേണ്ട ഗതികേട് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുമ്പോൾ മഹാനായ വരക്കൽ ബാഅലവി മുല്ലക്കോയ തങ്ങളുടെ ഓർമ്മകൾ കടലിരമ്പം തീർക്കുന്ന ശഅബാൻ 17 ഈ സായാഹ്നത്തിൽ അഭിമാനത്തിന്റെ പാരമ്യതയിൽ പാദമൂന്നിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, സമസ്ത കേരള ജമിയത്തുൽ ഉലമ 99 വർഷങ്ങൾക്ക് മുമ്പ് ഏത് ആദർശത്തിന് വേണ്ടിയാണോ രൂപീകരിച്ചത്, ഏത് മഹത്തായ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണോ രൂപീകരിക്കപ്പെട്ടത്, ആ ആദർശത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ, ആ ആശയതലങ്ങളിൽ നിന്ന് ചിതറിത്തെറിച്ചു പോകാതെ, ആ നേതൃത്വത്തിന്റെ മഹത്തായ സങ്കല്പങ്ങൾക്ക് കോട്ടം പറ്റാതെ ഇന്നും ഉരുക്കുകോട്ട പോലെ ആ
ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ സാമൂഹിക പരിസരങ്ങളിൽ പ്രതിജ്ഞാബദ്ധമായ രീതിയിൽ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ആദർശങ്ങൾ മാറ്റിപ്പറയാതെ, നമ്മുടെ വിശ്വാസങ്ങൾ മാറ്റിപ്പറയാതെ, മറ്റൊരു വിഷയത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ നമ്മുടെ പാരമ്പര്യത്തിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് 14 നൂറ്റാണ്ടോളം പഴക്കമുള്ള വേരുകൾ, ആഴമുള്ള വേരുകൾ ഉള്ളത് കൊണ്ടാണ്. പുതിയ ഒരു സിദ്ധാന്തത്തെയോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ ഒരു ആശയതലങ്ങളെയോ അല്ല മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ സമൂഹത്തിലേക്ക് സമർപ്പിച്ചത്, മറിച്ച് യഥാർത്ഥ ഇസ്ലാമിന്റെ രുജുവായ പാതയെയാണ്. എന്നാൽ ഈ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒട്ടുമിക്ക ഉൽപ്പത്തിഷ്ണുക്കളും ആ രീതിയിലുള്ള പ്രത്യയശാസ്ത്രങ്ങളും സമൂഹത്തിൽ പുതിയ ആശയങ്ങളുമായിട്ട് കടന്നു വന്നവരാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം നടത്തിയവരാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദ, മഹാനുഭാവന്റെ ഓർമ്മകൾ കൂടെ തളം കെട്ടി നിൽക്കുന്ന ഒരു പരിസരത്താണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പൂനൂരിന്റെ ഈ ഹൃദയ ഭൂമികയിൽ നമ്മൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ എന്റെ ഓർമ്മകൾ ചരിത്രത്തിന്റെ 74 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പോവുകയാണ്. 1951 മാർച്ച് മാസത്തിൽ ഇതേ പൂനൂരിൽ ആ പുരാതനമായ കാലത്ത് 7 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഏറ്റവും ഒരുപക്ഷെ ചരിത്രത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശ പോരാട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായി തുന്നിച്ചേർക്കപ്പെട്ട സംവാദത്തിന്, ആശയപരമായ സംവാദത്തിന് വേദിയായ മണ്ണുകൂടിയാണ് ഈ പൂനൂര് എന്ന് പറയുന്നത്. ഈ പൂനൂരിലും അതിന്റെ പരിസരത്തുള്ള നന്മണ്ടയിലുമാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദ 37 വയസ്സ് മാത്രം പ്രായമുള്ള, ഒരുപക്ഷെ ഇന്ന് സമൂഹത്തിന്റെ ഇടയിലേക്ക് ആ മഹാനുഭാവൻ നേടിയെടുത്തിരിക്കുന്ന പ്രസിദ്ധിയിലേക്കും ആ പ്രശസ്തിയിലേക്കും എത്തിച്ചേരുന്നതിന്റെ മുമ്പ് ശൈഖുനാ ശംസുൽ ഉലമായെ ലോകം ശ്രദ്ധിക്കുന്നത് പൂനൂർ സംവാദത്തോടുകൂടിയും അതിനെ തുടർന്നുണ്ടായ നന്മണ്ട സംവാദത്തോടും കൂടിയാണ്. അതിന്റെ ഓർമ്മകളെല്ലാം തളം കെട്ടി നിൽക്കുന്ന ഈ സായാഹ്നത്തിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ അവര് പകർന്നു തന്നിരിക്കുന്ന മഹത്തായ ദർശനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മാത്രം സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവര് പലപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, 23 വർഷങ്ങൾ വിശുദ്ധമായ ഖുർആൻ അവതരിക്കാൻ എന്തുകൊണ്ടെടുത്തു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40ാമത്തെ വയസ്സിന്റെ പൂർത്തീകരണത്തിൽ ഹിറാ പർവ്വതത്തിന്റെ ഓരത്ത് വെച്ച്, ജബലുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയുടെ ഓരത്ത് വെച്ച് മലക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദിവ്യ വെളിപാടുമായി കടന്നു വന്നപ്പോൾ വിശുദ്ധമായ ഖുർആനിന്റെ അവതരണത്തിന് പ്രോദ്ഘാടനം കുറിക്കപ്പെട്ടപ്പോൾ ആ വിശുദ്ധമായ ഖുർആനിന്റെ പൂർത്തീകരണം നടക്കുന്നത് 23 വർഷങ്ങൾ കൊണ്ടാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന വിശുദ്ധമായ ഖുർആൻ വേണമെങ്കിൽ ആ നിമിഷം തന്നെ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ അള്ളാഹുവിന് സാധിപ്പിക്കുമായിരുന്നു. ഒരു സുപ്രഭാതം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റ രാത്രി കൊണ്ടോ ഒരു നിമിഷാർദ്ധ നേരം കൊണ്ടോ വിശുദ്ധമായ ഖുർആനിനെ മുഴുവനായും അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് 23 വർഷങ്ങൾ, നീണ്ട 23 വർഷങ്ങൾ, 40ാമത്തെ വയസ്സ് മുതൽ 63ാമത്തെ വയസ്സ് വരെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭവ ബഹുലമായ ജീവിതത്തിന്റെ ശ്ലതചിത്രങ്ങളുടെയും ആ ഘട്ടങ്ങളുടെയും ഇടയിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ വിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. കേവലം ഒരു തത്വസംഹിത മാത്രമായിട്ട് വിശുദ്ധമായ ഖുർആനിനെയോ ഇസ്ലാമിനെയോ മനസ്സിലാക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധമായ ഖുർആനിനെ ഒറ്റ സുപ്രഭാതത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, അത് കേവലം ഒരു പുസ്തക രൂപം മാത്രമായിരുന്നുവെങ്കിൽ ആർക്കും അതിനെ ഇഷ്ടം പോലെ ദുർവ്യാഖ്യാനങ്ങൾ നടത്താമായിരുന്നു. പക്ഷേ ഒരാൾക്കും ദുർവ്യാഖ്യാനം നടത്താൻ അനുവദിക്കാൻ കഴിയാത്ത വിധം ആ ദുർവ്യാഖ്യാനങ്ങൾ ആര് നടത്തിയാലും അവരുടെ കള്ളത്തരങ്ങൾ, പൊള്ളത്തരങ്ങൾ മറനീക്കി പുറത്ത് കാണിക്കാൻ കഴിയും വിധം പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ്
പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത്. ആ സന്ദർഭങ്ങൾ ആ ആയത്തിന്റെ അർത്ഥതലങ്ങളിലേക്കുള്ള സൂചന നൽകും. ആ സാഹചര്യങ്ങൾ ആ അർത്ഥത്തിന്റെ ആ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ ഉദ്ദേശങ്ങളിലേക്കുള്ള സൂചനകൾ നൽകും. പക്ഷേ പലപ്പോഴും ആ സൂചനകൾ നൽകുന്ന വിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസിനെ തള്ളിക്കൊണ്ടാണ് പല പ്രത്യയ ശാസ്ത്രങ്ങളും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനങ്ങളിലൂടെ തങ്ങളുടെ ഇഷ്ടാനുസരണം തങ്ങളുടെ അജണ്ടകൾ മുസ്ലിം സമുദായത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് വഹാബിസമായാലും ജമാഅത്തെ ഇസ്ലാമിയായാലും മറ്റിതര പ്രത്യയ ശാസ്ത്രങ്ങളായാലും സമൂഹത്തിൽ നാളിതുവരെ നിർവഹിച്ചു വന്നിട്ടുള്ളത്. പ്രശസ്ത ആംഗലേയ നിരൂപണ ശാസ്ത്രജ്ഞനായിരുന്ന 1964 റോളൻ ബാർട്സ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്, ഒരു തിയറിയുണ്ട്. അദ്ദേഹം തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഡെത്ത് ഓഫ് ദ ഓഥർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്ന തിയറി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാൽ, ഒരാൾ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ, ഒരാൾ ഒരു രചനയുടെ പൂർത്തീകരണം നടത്തി കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കുന്നതോടുകൂടെ, ഞാൻ എൻ്റെ ഒരു ആശയം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതോടുകൂടെ, ഞാൻ എഴുതിയ ഒരു കവിത പ്രസിദ്ധീകരിക്കുന്നതോടുകൂടെ ഡെത്ത് ഓഫ് ദ ഓഥർ, ആ എഴുതിയ വ്യക്തി അപ്രസക്തനാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പിന്നീട് സമൂഹത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അദ്ദേഹം എഴുതിയ, അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ആ ആശയങ്ങളെ, ആ വാക്കിന്റെ ദിക്കുകളെ നിർണയിക്കാനുള്ള അവകാശവും അത് തീരുമാനിക്കാനുള്ള അധികാരവും വായനക്കാരനാണ്. അതുകൊണ്ട് ഡെത്ത് ഓഫ് ദ ഓഥർ ആൻഡ് ദ ബർത്ത് ഓഫ് ദ റീഡർ, എഴുത്തുകാരൻ, രചയിതാവ് അപ്രസക്തനായി തീരുകയും വായനക്കാരൻ പിറക്കുകയും ആ രചനയുടെ അർത്ഥതലങ്ങളെ ഏത് അർത്ഥങ്ങളിലാണ്, ഏത് ഉദ്ദേശങ്ങളിലാണ് ആ വാക്കിന്റെ ദിക്കുകളെ കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വായനക്കാരനാണ് ഉണ്ടാവുക എന്ന് റോളൻ ബാർട്സ് ഒരു തിയറി സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. 1964 അതിന്റെ സൈദ്ധാന്തിക രൂപത്തെ അദ്ദേഹം സമൂഹത്തിന് സമർപ്പിക്കുന്നത് എങ്കിൽ പോലും ഈ തിയറിയുടെ വക്താക്കളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന എല്ലാ അവാന്തര വിഭാഗങ്ങളും എന്നുള്ളത്. കാരണം വിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലാഹുവാണ്. ആ ഖുർആനിന്റെ ആശയതലങ്ങൾ എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം തങ്ങൾക്കാണ് എന്നും ആ ഖുർആനിന്റെ ആശയതലങ്ങൾക്ക് ഏത് അർത്ഥങ്ങൾ കൊടുക്കാമെന്നുള്ളത് അവനവന്റെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും തീരുമാനിക്കാമെന്നും സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്ന പ്രത്യയ ശാസ്ത്രത്തിന്റെ വക്താക്കളാണ് ഒട്ടുമിക്ക ആളുകളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1940കളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുമായി സമൂഹ മധ്യത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട അബുൽ അഅ്ല മൗദൂദി തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ. വിശുദ്ധമായ ഖുർആൻ തന്നെ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം എന്നാണ്. വഅൻസൽനാ ഇലൈക ദിക്റ, നബിയെ വിശുദ്ധമായ ഖുർആനിനെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾക്കാണ് ഖുർആൻ അവതീർണമായിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ജനങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ജനങ്ങളിലേക്ക് അവതീർണമായിരിക്കുന്ന, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചനാഥനായ അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധമായ ഖുർആനിന്റെ ആശയതലങ്ങളെ, ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥതലങ്ങളെ വിശദീകരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ജനങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഖുർആൻ ആരാണോ ആ ഖുർആനിനെ സമൂഹത്തിന് ഓതി കൊടുക്കുന്നത്, അതേ പ്രവാചകൻ തന്നെയായിരിക്കണം ആ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുമ്പോൾ ആ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എന്നുള്ളത്. വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങളുടെ ഉദ്ദേശതലങ്ങൾ വിശദീകരിക്കാനുള്ള ഒന്നാമത്തെ അധികാരം പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തൊട്ടുരുമ്മി ജീവിച്ച, അവിടുത്തെ ജീവിത ചുറ്റുപാടുകളുടെ കൂടെ നടന്ന മഹാരഥന്മാരായ സഹാബത്തിനാണ്. എന്നാൽ അബുൽ അഅ്ല മൗദൂദി പറയുന്നത് നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ തൻഖീഹാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 202-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ഖുർആനിന് ഏതെങ്കിലും തഫ്സീറിന്റെ ആവശ്യമില്ല. വിശുദ്ധമായ ഖുർആനിന് അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ ഒരു തഫ്സീറിന്റെയും ആവശ്യമില്ല. ഉന്നത ബിരുദമുള്ള ഒരു പ്രൊഫസർ മതി. അബുൽ അഅ്ല മൗദൂദി സമൂഹത്തിലേക്ക് തന്റെ ഇഷ്ടാനുസരണം വിശുദ്ധമായ ഇസ്ലാമിനെയും ഖുർആനിനെയും വക്രീകരിച്ചുകൊണ്ട് ചിത്രീകരിക്കാനുള്ള ന്യായമായിട്ട് അതിന്റെ ചവിട്ടുപടി എന്നോണം അദ്ദേഹം സമൂഹത്തിലേക്ക് സമർപ്പിച്ച
സിദ്ധാന്തമാണ്. ഖുർആനിന് ഏതെങ്കിലും ഒരു തഫ്സീറിന്റെ ആവശ്യമില്ല. അറബി ഭാഷ അറിയാവുന്ന ഒരു പ്രൊഫസർക്ക് തന്റെ തോന്നലുകൾക്കനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഡെത്ത് ഓഫ് ദ ഓതർ ആൻഡ് ദ ബർത്ത് ഓഫ് ദ റീഡർ, വായനക്കാരൻ പിറക്കുകയും വായനക്കാരൻ തീരുമാനിക്കുകയും ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥതലങ്ങൾ എന്താണ് എന്ന് ഓരോ വ്യക്തിയും വായിക്കുമ്പോൾ അവരവർക്ക് അതനുസരിച്ചുകൊണ്ട് അർത്ഥം വെക്കാനുള്ള അവകാശമുണ്ട് എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചവരാണ് മൗദൂദി എന്ന് പറയുന്നത്. മൗദൂദി മാത്രമല്ല, ജമാലുദ്ദീൻ അഫ്ഗാനി ആയാലും റഷീദ് റിള ആയാലും മുഹമ്മദ് അബ്ദു ആയാലും വഹാബിസം ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള അത്തരം പ്രത്യയശാസ്ത്രങ്ങളുടെ അടിവേരുകൾ ചെന്നെത്തുന്ന അവരുടെ ആത്മീയ ആചാര്യന്മാരും മുഴുവനും വിശുദ്ധമായ ഖുർആനിനെ തങ്ങളുടെ ഇഷ്ടാനുസരണം വ്യാഖ്യാനിച്ചവരാണ്. അങ്ങനെ മൗദൂദി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോ ഒരു പത്രപ്രവർത്തകനായിരുന്ന മൗദൂദി, വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് ആഴത്തിൽ അറിവില്ലാത്ത മൗദൂദി, തർജുമാനുൽ ഖുർആൻ എന്ന മാസികയിലൂടെ സമൂഹത്തിലേക്ക് തന്റെ ജൽപ്പനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് വശ്യമായ തൂലികയുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ അനുവാചകർ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ ആശയങ്ങളെ തൂലികയിലൂടെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന മൗദൂദി തർജുമാനുൽ ഖുർആൻ എന്ന പ്രസിദ്ധീകരണത്തിലൂടെ നിരന്തരമായി സമൂഹത്തിലേക്ക് അപകടകരമായ തന്റെ ചിന്താഗതികളെ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് വിശുദ്ധമായ ഇസ്ലാമിനെ എത്ര സങ്കുചിതമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഇവിടെ അവതരിപ്പിച്ചത് എന്ന് നോക്കൂ നിങ്ങൾ. ദീൻ എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണ്. ശരീഅത്ത് എന്നുള്ളത് ആ സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയാണ്. ആ നിയമ പദ്ധതി അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇതേ മൗദൂദി തന്നെ അദ്ദേഹത്തിന്റെ ഖുതബാത്തിന്റെ 378-ാമത്തെ പേജിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അപകടകരമായ മതരാഷ്ട്രവാദത്തെ ഇന്ത്യ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന സ്വസ്ഥതയോടുകൂടെ വ്യത്യസ്തങ്ങളായ ജാതി മതവിഭാഗങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യയുടെ അടിസ്ഥാനം എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ മതേതരത്വമാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗവും സെക്യുലറിസം എന്നുള്ളതാണ്. ഇന്ത്യൻ മതേതരത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വളരെ സങ്കുചിതമായ ചിന്താഗതിയോടുകൂടെയാണ് യഥാർത്ഥത്തിൽ അബുൽ അഅ്ല മൗദൂദി 1940-കളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആധാരശിലയാകുന്ന ഹുകൂമത്തെ ഇലാഹി ലിഇഖാമത്തി ദീൻ എന്ന അപകടകരമായ സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നത്. വിശുദ്ധമായ ഇസ്ലാം എന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാർവകാലികമായ സാർവജനീനമായ ജീവിത പദ്ധതിയെ ഒരു മനുഷ്യന്റെ കൗടുംബികമായ, സാമൂഹികമായ, വൈയക്തികമായ, രാഷ്ട്രീയമായ എല്ലാ നിലയിലും ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അടക്കാനക്കങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ജീവിത ദർശനമാകുന്ന വിശുദ്ധമായ ഇസ്ലാമിനെ കേവല രാഷ്ട്രീയ താല്പര്യമുള്ള കമ്മ്യൂണിസം പോലെ, അല്ലെങ്കിൽ ക്യാപിറ്റലിസം പോലെ, നാസിസം പോലെ, ഫാസിസം പോലെ ഒരു ഐഡിയോളജി മാത്രമാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് വിശുദ്ധമായ ഇസ്ലാം എന്ന സങ്കുചിത മനോഭാവത്തെ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുകയും അതിലൂടെ ആൾക്കൂട്ടത്തെ രൂപീകരിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. 1952-ൽ ഇതേ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ഭാഗമായി, രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്നതും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗമാകുന്നതും മുസ്ലിം സമുദായത്തിന് ഒരു നിലക്കും ക്ഷന്തവ്യമല്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച വ്യക്തിയുടെ പേരാണ് യഥാർത്ഥത്തിൽ അബുൽ അഅ്ല മൗദൂദി. മുസ്ലിമീങ്ങളെ വിസ്മൃതിയിൽ നിന്നുണർത്തി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവാന്മാരാകാൻ ഈ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ രംഗത്ത് വന്ന മഹാനായ പരിഷ്കർത്താവാണ് മൗലാന സയ്യിദ് അബുൽ അഅ്ല മൗദൂദി എന്ന് അവരുടെ തന്നെ നേതാവായ EN ഇബ്രാഹിം ജമാഅത്തെ ഇസ്ലാമി സുന്നി വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിന്റെ 4-ാമത്തെ പേജിൽ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന വലിയ പരിഷ്കർത്താവാണ്, മഹാനായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അബുൽ അഅ്ല മൗദൂദി എന്ന് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ പുതിയ സമകാലിക സാഹചര്യങ്ങളിൽ
കൃത്യമായ രാഷ്ട്രീയമായ ദുട്ടലാക്കിന്റെ പേരിൽ, സ്വാർത്ഥമായ താല്പര്യങ്ങളുടെ പേരിൽ നിങ്ങളുടെ സ്ഥാപകനെ നിങ്ങൾ തള്ളിപ്പറയുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത്, ആ പേര് നിങ്ങൾ വലിച്ചെറിയാൻ തയ്യാറാകണം. അബുല്ലൈല മൗദൂദി 1941 ഓഗസ്റ്റ് 26 ലാഹോറിലെ തർജുമാനുൽ ഖുർആനിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. അതേ മേൽവിലാസത്തിൽ മലയാളത്തിന്റെ പരിസരത്ത് ഇനിയും നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ തീർത്തും ആ ആശയതലങ്ങളെ ഏതൊക്കെയോ അർത്ഥങ്ങളിൽ ഉൾക്കൊള്ളുന്നവരാണ്. അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാലും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മാറി നിൽക്കാൻ സാധ്യമല്ല. കാരണം ഇതേ മൗദൂദി തന്നെയാണ് പലപ്പോഴും യാഥാസ്ഥികരെന്ന് ഇവിടെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വക്താക്കളെ, പണ്ഡിതന്മാരെ, സമൂഹത്തെ കുറ്റപ്പെടുത്തുകയും മുസ്ലിം മുഖ്യധാര സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിറകോട്ട് പോകാനുള്ള കാരണം ഇവിടെയുള്ള സുന്നികളാണ് എന്നും ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തിന്റെ ഉത്ഥാനത്തിന്റെ കൂച്ചു വിലങ്ങിട്ടത് ഒരു കാലഘട്ടത്തിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയായിരുന്നു. നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമായ 1953 പ്രബോധനം എഴുതിയത് കൃത്യമായിട്ട് നമുക്കിന്നും അതിന്റെ രേഖകൾ ലഭ്യമാണല്ലോ. ഇസ്ലാമിക വിരുദ്ധമായ ഒരു ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ ഉദ്യോഗസ്ഥ സ്ഥാപനങ്ങളും സീറ്റുകൾക്കും മുറവിളി കൂട്ടുക എന്നതാകട്ടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര നീചമായ ഒരവസ്ഥയാണ്. ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥം വഹിക്കുക എന്നുള്ളത്, ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടി, സീറ്റുകൾക്ക് വേണ്ടി, മെറിറ്റുകൾക്ക് വേണ്ടി ഭരണപക്ഷത്തോട് ആവശ്യപ്പെടുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമല്ല എന്നും ഗവൺമെന്റ് സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന, ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്ന ആളുകൾ ആ ജോലിയിൽ നിന്ന് രാജിവെച്ച് ഈ സമുദായത്തെ സാമൂഹികമായ ഉത്ഥാനത്തിന്റെ വഴിയിൽ നിന്ന് തടഞ്ഞു നിർത്തിയ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കും അതിന്റെ നേതൃത്വത്തിനും ഉണ്ടായിരുന്നത്. ഇന്നും അവര് കൃത്യമായി വിശുദ്ധമായ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അബുല്ലൈല മൗദൂദി തന്നെ എന്റെ തോന്നലുകളാണ് എന്റെ മതം എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ സന്ദർഭങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഫിഖ്ഹിലും ഇൽമുൽ കലാമിലും എനിക്ക് സ്വന്തമായ ഒരു സരണിയുണ്ട്. സ്വന്തം പഠന ഗവേഷണങ്ങളുടെ ഫലമായി ഞാൻ സ്വീകരിച്ചതാണ് അത്. ഫിഖ്ഹിൽ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ, അതേപോലെ തന്നെ ഇൽമുൽ കലാമിൽ, ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രത്തിൽ എനിക്ക് എന്റേതായ വഴികളുണ്ട്. അവിടെ പാരമ്പര്യമില്ല. മുൻഗാമികളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന വിശ്വാസങ്ങൾക്ക് പ്രസക്തിയില്ല. മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പ്രസക്തിയില്ല. അബുല്ലൈല മൗദൂദി എന്ന പത്രപ്രവർത്തകന്റെ ചിന്താധാരകൾക്കിടയിൽ ഏതൊക്കെയോ സന്ദർഭങ്ങളിലുള്ള തോന്നലുകളെയാണ് സൈദ്ധാന്തികവൽക്കരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയിരിക്കുന്നത്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനം വിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. എത്ര വലിയ അപകടകരമായ വിശുദ്ധമായ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാവുന്ന സക്കാത്ത് ഏതാണ്ട് 2000 മുതൽ കഴിഞ്ഞ 25 വർഷത്തോളമായി മുസ്ലിം സമുദായത്തിൽ വളരെ പക്വതയോടുകൂടെ, കാര്യക്ഷമമായി, ഗൗരവത്തോടുകൂടെ ഇടപെടേണ്ട ഒരു മേഖലയിൽ തങ്ങളുടെ സംഘടനാപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവകാശികളുടെ കരങ്ങളിലേക്ക് എത്തേണ്ട സക്കാത്ത് സംഘടനാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിച്ച് പത്രങ്ങൾ നടത്താനും ചാനലുകൾ നടത്താനും പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടിയിട്ട് സക്കാത്തിന്റെ ഫണ്ടിനെ ഉപയോഗിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. നമുക്കറിയാമല്ലോ, ബൈത്ത് സക്കാത്തുമായ ചർച്ചകൾ സജീവമായി നിലകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണത്. എന്താണ് ഇവരുടെ ഉദ്ദേശം? എത്ര കൃത്യമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങളെ വിശദീകരിക്കേണ്ടത് ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടവരാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനം പറയേണ്ടതിൽ നിന്ന് നേരിട്ട് ഹദീസുകളെയും അവിടുത്തെ പ്രമാണങ്ങളെയും മനസ്സിലാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹത്തുക്കളാണ് വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങളെ വിശദീകരിക്കേണ്ടത്. പക്ഷേ വിശുദ്ധമായ ഇസ്ലാമിലെ സക്കാത്തിന്റെ പേരിൽ കോടികളുടെ ഫണ്ടുകൾ തങ്ങളുടെ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരുപക്ഷെ ധനാഗമ മാർഗങ്ങൾ എന്താണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഭരണഘടനയിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട്. 3 മാർഗങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്പാദ്യ മാർഗം അല്ലെങ്കിൽ ധനാഗമന മാർഗം എന്നുള്ളത്. അതിൽ ഒന്ന്
അബുൽ അഅ്ല മൗദൂദി ഉൾപ്പെടെയുള്ള അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. രണ്ടാമത്തത് സക്കാത്ത്. സംഘടനയുടെ വരുമാനമായിട്ട് സക്കാത്തിനെ പോലും എഴുതി വെച്ചിരിക്കുന്ന കൃത്യമായി വിശുദ്ധമായ ഇസ്ലാമിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം 8ഓളം വിഭവങ്ങളിലാണ് സക്കാത്തുള്ളത്. അത് നൽകപ്പെടേണ്ടത് 8ഓളം അവകാശികൾക്കാണ്. ഒരു നിലക്കും ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാതിരുന്ന വിശുദ്ധമായ സക്കാത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ 8ന്റെ പുറമെ ജമാഅത്തെ ഇസ്ലാമി ഒരു അവകാശിയെ കൂടി അവരുടെ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയെ 9ാമത്തെ സക്കാത്തിന്റെ അവകാശിയായി എഴുതി ചേർത്തുകൊണ്ട് പാവപ്പെട്ട യഥാർത്ഥ അവകാശികളിലേക്ക് എത്തേണ്ട കോടിക്കണക്കിന് ഫണ്ടുകൾ അവരുടെ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വിശുദ്ധമായ ഖുർആനിനെ തന്നെയാണ് അവരെ ദുർവ്യാഖ്യാനം നടത്തുന്നത്. വിശുദ്ധമായ ഖുർആനിൽ സക്കാത്തിന്റെ അവകാശികളെ പരിചയപ്പെടുത്തിയെടുത്ത് വഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞിരിക്കുന്ന വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളെ, ആ വചനങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള മദ്ഹബിന്റെ 4 ഇമാമിയങ്ങളും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലേച്ഛ കൂടാതെ യുദ്ധം ചെയ്യുന്ന പോരാളികൾക്ക് നൽകപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെത്ത് ഓഫ് ദ ഓതർ ആൻഡ് ദ ബർത്ത് ഓഫ് ദ റീഡർ, ആര് പറഞ്ഞു എന്നുള്ളതിന് പ്രസക്തിയില്ല. വായിക്കുമ്പോൾ ഞങ്ങളുടെ തോന്നലുകളും ഞങ്ങളുടെ ഇഷ്ടങ്ങളും ഞങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കുമാണ് പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആ അടരുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞതിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട്, സംഘടനാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് ഫണ്ടുകളെ വകമാറ്റി ഉപയോഗിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സമീപനം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അവകാശികൾ വഞ്ചിക്കപ്പെടുന്നു. 2 പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, സംഘടിതമായ സക്കാത്തിന്റെ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥയനുസരിച്ചുകൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ്. ആ മാർഗത്തിലേക്ക് കടന്നു വരുന്നു എന്ന് മാത്രമല്ല, അവിടെ സക്കാത്ത് നൽകുന്നവരുടെ സക്കാത്ത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ്. ആരെങ്കിലും പറഞ്ഞതുപോലെ കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ല സക്കാത്ത്. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമാണ് സക്കാത്തിന്റെ ലക്ഷ്യമെങ്കിൽ അത് 8 ഇനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുമായിരുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള നാണ്യവിളകൾക്ക് സക്കാത്തില്ലല്ലോ, തേങ്ങക്ക് സക്കാത്തില്ലല്ലോ, അടക്കക്ക് സക്കാത്തില്ലല്ലോ, റബ്ബറിന് സക്കാത്തില്ലല്ലോ. ഇത്തരം നാണ്യവിളകൾ കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന എത്രയോ ആളുകൾ മുസ്ലിം സമുദായത്തിലില്ലേ? അവർക്കൊന്നും സക്കാത്ത് നിർബന്ധമാകുന്നില്ലല്ലോ. സമൂഹത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമായിരുന്നു സക്കാത്തിന്റെ ലക്ഷ്യമെങ്കിൽ അവിടെയെല്ലാം സക്കാത്ത് നിർബന്ധമാകേണ്ടിയിരുന്നു. അവിടെയൊന്നും സക്കാത്ത് നിർബന്ധമില്ല. വിശുദ്ധമായ ഖുർആനിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട, പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത വിധത്തിൽ വളരെ കൃത്യമായി തീരുമാനിക്കപ്പെട്ട 8 ഇനങ്ങളിലാണ്, 8 വിഭവങ്ങളിൽ മാത്രമാണ് സക്കാത്തുള്ളൂ. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് വിശുദ്ധമായ ദീനിന്റെ പാഠമാണ്. അതേപോലെ തന്നെ 8 അവകാശികൾക്ക് മാത്രമേ സക്കാത്തുള്ളൂ. ആ 8 അവകാശികളുടെ കൂട്ടത്തിൽ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് തങ്ങളുടെ സംഘടനാ താല്പര്യങ്ങളെ കൂടെ ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ തിരിച്ചറിയാനുള്ള ബോധ്യം ഈ സമൂഹത്തിനുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാ ചിത്രശക്തികളും സമൂഹത്തിലേക്ക് കടന്നു വന്നത് വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. ആ ദുർവ്യാഖ്യാനങ്ങളെ ഒരു വേള മഹാന്മാരായ നമ്മുടെ കഴിഞ്ഞകാല ഇമാമിങ്ങളെയും നമ്മുടെ മുൻഗാമികളായി കഴിഞ്ഞുപോയ മുസ്ലിം സമാജത്തെയും ഇസ്ലാമിന്റെ ഇതിവൃത്തത്തിൽ നിന്ന് പുറത്താക്കാൻ പോലും വഹാബിസം ഉൾപ്പെടെയുള്ള സംഘശക്തികൾ ചേർത്ത് വെച്ചത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ തന്നെയാണ്. മുശ്രിക്കുകളുടെ മേൽ ആരോപിക്കപ്പെട്ടിരുന്ന, മക്കയിലെ മുശ്രിക്കുകളുടെ മേൽ അവതരിക്കപ്പെട്ടിരുന്ന വിശുദ്ധമായ ഖുർആനിനെ തങ്ങളുടെ ഇഷ്ടാനുസരണം വിശ്വാസികളുടെ മേൽ, പാരമ്പര്യമായ മുഅ്മിനീങ്ങളുടെ മേൽ ചാർത്തിക്കൊടുത്ത് അവരെ ഇസ്ലാമിക ഇതിവൃത്തത്തിൽ നിന്ന് പുറത്തുപോയവരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ലോക സമൂഹത്തിലുള്ള ബഹുഭൂരിഭാഗം വരുന്ന ഇമാമിങ്ങളെയും കഴിഞ്ഞകാല മുഅ്മിനീങ്ങളെയും ഇസ്ലാമിക ഇതിവൃത്തത്തിൽ നിന്ന് പുറത്താക്കിയ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ വഹാബിസം എന്നുള്ളത്. വഹാബിസമായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും കാര്യമായ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ്. ഹുകൂമത്തെ ഇലാഹി എന്നുള്ള വാദം മാറ്റി നിർത്തിയാൽ എന്താണോ വഹാബിസം അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. 1935 മുതൽ KM മൗലവി അബുൽ അഅ്ല മൗദൂദിയുടെ എല്ലാ ലേഖനങ്ങളും കൃത്യമായിട്ട് അൽ മുർഷിദിൽ പരിഭാഷപ്പെടുത്തിയിരുന്നു. നമ്മുടെ മലയാളികളായിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ വായനക്കാർ KM മൗലവി അബുൽ അഅ്ല മൗദൂദിയുടെ ലേഖനം മലയാളത്തിലേക്ക് അൽ മുർഷിദിലൂടെ പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിന്റെ നിരന്തര വായനക്കാരായവരാണ് യഥാർത്ഥത്തിൽ വഹാബിസത്തിൽ
നിന്ന് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായപ്പോൾ ഒരു വാദം കൂടെ പുതുതായിട്ട് വന്നു. ആ വാദമാണ് ഹുകൂമത്തെ ഇലാഹി ലി ഇഖാമത്തിദ്ദീൻ. അത് മാറ്റി നിർത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ തന്നെ വഹാബിസവും ഏറെക്കുറെ ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവരുടെ തൗഹീദിന് കൃത്യതയില്ല, ഇവരുടെ വിശ്വാസത്തിന് കൃത്യതയില്ല, ഈ സമൂഹത്തിൽ അവരുണ്ടാക്കി തീർത്ത മുറിവുകൾക്ക് കൃത്യതയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യാതൊരു നിലക്കുള്ള ആശയ വൈകല്യങ്ങളും വിശ്വാസപരമായ വൈജാത്യങ്ങളും ഇല്ലാതെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ മുസ്ലിം സമുദായം നൂറ്റാണ്ടുകളോളം ഈ മഹത്തായ പൈതൃക ഭൂമിയിൽ കടന്നുപോയപ്പോൾ അവരുടെ ഇടയിലേക്ക് ഐക്യസംഘം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വിനാശത്തിന്റെ, സമൂഹത്തിന്റെ ഇടയിൽ ഛിദ്രതയുടെ തീർത്താൽ തീരാത്ത മുറിവുകൾ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുക എന്നുള്ള ദൗത്യമാണ് 1926 മുതൽ ഇക്കാലം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചു പോന്നത്. അത് മാത്രമല്ല, അതേ സന്ദർഭത്തിൽ നാനോന്മികമായ സാമൂഹിക വിഷയങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ വലിയ അപകടകരമായ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ലഹരികൾ, അതേപോലെ തന്നെ റാഗിങ്ങുകൾ, സാമൂഹികപരമായ ജീർണതകൾ, വിദ്യാഭ്യാസപരമായ ഔന്നിത്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹമായി മാനവിക സമൂഹം മതപ്പതിച്ചു പോകുമ്പോൾ ധാർമ്മികമായ ബോധ്യമാണ് ഒരു സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. മതനിരാസ ലിബറൽ ഛിദ്രശക്തികൾ നമ്മുടെ സമൂഹത്തെ, കൗടുംബിക പരിസരങ്ങളെ, സാമൂഹിക പരിസരങ്ങളെ കാർന്നു തിന്നുമ്പോൾ മാനവികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഒരു മനുഷ്യന് ധാർമ്മികപരമായ ബോധ്യങ്ങൾ ഉണ്ടാകണമെന്നും ആ ബോധ്യങ്ങൾ സമൂഹത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിജ്ഞാബദ്ധമായ മറ്റൊരു നിലപാട്. അതുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ലഹരി മാഫിയ ഉൾപ്പെടെയുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ലിബറൽ ചിന്താഗതികളെയും പ്രതിരോധിച്ചുകൊണ്ട് കൃത്യമായ സാമൂഹിക വ്യവസ്ഥിതിയെ, നമ്മുടെ നാട്ടിലുള്ള മതപരമായ സൗഹാർദ്ദപരമായ അവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മഹത്തായ ഈ പ്രസ്ഥാനം അതിന്റെ ഐതിഹാസികമായ അന്താരാഷ്ട്ര മഹാസമ്മേളനം 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ തീയതികളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് വെച്ച് നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിസരങ്ങളിൽ നിന്നും അതിന്റെ ശ്രദ്ധേയമായ പങ്കാളിത്തത്തിന്റെ ഭാഗമാകാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട പ്രവർത്തകർ സജീവമാകണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി മഗ്‌രിബ് നിസ്കാരാനന്തരം തുടരുന്നതാണ്. പ്രഗത്ഭ വാഗ്മികളായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവും സത്താർ സാഹിബ് പന്തല്ലൂരും നമ്മെ അഭിസംബോധന ചെയ്യുന്നതാണ്. മുഴുവൻ ആളുകളും